അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് ആ രീതിയിലല്ല നിന്ന് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ സഖ്യകക്ഷി ആരായിരുന്നു മുസ്ലിം ലീഗിന്റെ സഖ്യകക്ഷി? ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. 1940-ലാണ് മുസ്ലിം ലീഗ് ഒരു സെക്കൻഡ് 1940-ലാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കോൺഫറൻസിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചത് മൗലാന ഫസലുൽ ഹക്ക് ആണ്. മൗലാന ഫസലുൽ ഹക്ക് ആരായിരുന്നു എന്നറിയാമോ? അദ്ദേഹം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഫസലുൽ ഹക്കിന്റെ മന്ത്രിസഭയിലെ രണ്ടാമൻ, ആ ബംഗാളിന്റെ ധനമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് ശ്യാമപ്രസാദ് മുഖർജി എന്നാണ്. ആ ശ്യാമപ്രസാദ് മുഖർജി തുടങ്ങിയ പാർട്ടിയാണ് പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച മുസ്ലിം ലീഗിന്റെ കോൺഫറൻസിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച ഫസലുൽ ഹക്കിന്റെ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്നു നിങ്ങളുടെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി. മൂന്ന് സംസ്ഥാനങ്ങളിൽ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ഒരുമിച്ചാണ് ഭരിച്ചത്. ആ സംസ്ഥാനങ്ങളൊക്കെ പാകിസ്ഥാൻ അനുകൂല പ്രമേയവും ഞങ്ങളുടെ സഖ്യകക്ഷിയല്ല. അന്നുണ്ടായിരുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മൂന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ഒരുമിച്ചാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നത്. അശോക് കുമാർ, ആ സംശയമൊന്നുമില്ല.